ദിനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്രമാത്രം ഈ പവിത്രമായ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു, എത്ര നോമ്പുകളിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിച്ചു, വിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് വരാൻ കഴിഞ്ഞു, സദഖാത്തുകൾ നമ്മൾ ഓർമ്മയിലേക്ക് വന്നു. പവിത്രമായ മാസങ്ങളിൽ ഒരെണ്ണമായ ഒന്നാമത്തെ മാസമായി എണ്ണുമ്പോൾ ആ പവിത്രതയെ നമ്മൾ ഉൾക്കൊള്ളാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. നോക്കൂ, അള്ളാന്റെ മാസമാണ് മുഹറം. അള്ളാഹ് വിളിച്ചത് അള്ളാന്റെ മാസമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാ. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ പറ്റി പറഞ്ഞത് അള്ളാന്റെ ഒട്ടകമാണ്. പള്ളികളെ പറ്റി അള്ളാഹ് പറഞ്ഞത് ബൈത്തുല്ലാ, അള്ളാന്റെ വീടാണ്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ബഹുമാനിക്കണ്ടേ. ശഹ്റുല്ലാഹിൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ നോമ്പിന്റെ വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹറമാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. ഒരു 3 റക്അത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 3 റക്അത്ത് വിത്ർ, രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നവർ തഹജ്ജുദായി കൊണ്ടൊരു 3 റക്അത്ത് അല്ലെങ്കിൽ 5 റക്അത്ത്. സഹോദരങ്ങളെ, നമസ്കാരത്തിലൂടെ, നോമ്പുകളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ ഒന്ന് അല്ലാഹുവിലേക്ക് അടുക്കണം. അതിന് അടുത്ത റമദാൻ വരാൻ കാത്തിരിക്കാതെ കിട്ടുന്ന അവസരങ്ങളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പഠിപ്പിച്ചപ്പോ അവിടുന്ന് പഠിപ്പിച്ചത് സിയാമു യൗമി ആശൂറാ, മുഹറം മാസത്തിന്റെ 10ാമത്തെ തീയതിയിൽ ഒരു നോമ്പുണ്ട്. ആശൂറ എന്ന പേരാണ് അതിന്. ആ നോമ്പൊരു നാൾ നോറ്റ് കഴിഞ്ഞാൽ ഇന്നി യഹ്തസിബു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അയ്യുകഫിറ സനതല്ലതി ഖബ്ല, കഴിഞ്ഞ കാല ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പാണ്. 365 ദിവസത്തെ പിന്നെ പാപങ്ങൾ പൊറുക്കാൻ ഒറ്റ ദിവസത്തെ നോമ്പ് തന്നത് ഈ മാസത്തിലാണ്. ആശൂറ മുഹറം 10ന്റെ അന്നുള്ള നോമ്പ് വല്ലാത്ത ഒരു അനുഗ്രഹമായി തന്ന ഒരു വല്ലാത്ത നോമ്പായി. സുഹൃത്തുക്കളെ, ഒരു വർഷക്കാലത്തെ പാപം പൊറുക്കപ്പെടുന്ന ഒരൊറ്റ നോമ്പ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു വിശ്വാസി നോമ്പ് നോറ്റാൽ, മുഹറമണ്ട, ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ, മൻസാമ യൗമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാ 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ അകറ്റി മാറ്റും. ചുട്ടു തിളക്കുന്ന വെള്ളം, സഹിക്കാനാവാത്ത സഖൂമിന്റെ ശിക്ഷ, സ്വദീദിന്റെ ശിക്ഷ, അതുപോലെ തന്നെ ഖതിറാൻ എന്ന ടാറ് കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുന്ന നരകത്തിന്റെ അതികഠിനമായ ദാഹമായി കൊണ്ട് ശക്തമായ കരച്ചിലുമായി നരകത്തിൽ അലമുറയിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 70 വർഷക്കാലം നരകത്തിൽ നിന്ന് വിദൂരതയിലേക്ക് മാറ്റുന്ന ഒരു നോമ്പ് കൊണ്ടെങ്കിൽ മുഹറം 10നും നമ്മൾ ആ വിഷയം ഒന്ന് പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരുന്ന സമയത്ത് ഫർള് പോലെ നോറ്റിരുന്ന നോമ്പായിരുന്നു. മദീനയിലെത്തിയ സമയത്ത് അവിടുത്തെ യഹൂദികൾ വരെ ആ നോമ്പ് നോൽക്കുകയാണ്. അവരോട് ചോദിച്ചു, ഇതെന്താ നിങ്ങളൊക്കെ നോമ്പ് നോൽക്കുന്നത്? ഖാലൂ ഹാദാ യൗമുൻ സാലിഹുൻ, ഇത് നല്ലൊരു ദിവസമാണ്. അവര് പറയാ, യഹൂദികൾ പറയാ, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം വസാമഹു മൂസാ, ഇത് ബനൂ ഇസ്രായീലിൽ നിന്ന് രക്ഷപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. മൂസാ നബി നോമ്പ് നോറ്റ ദിവസമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ മൂസാ നബിയോട് ഏറ്റവും ആദർശപരമായി കടപ്പെട്ടത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ നോമ്പ് നോൽക്കുകയാണ്. സ്വഹാബത്തിനോട് ആ നോമ്പ് നോൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നോറ്റ് കാണിച്ചു തന്നു. അതേ സമയത്ത് മുഹറം 9ന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ പറഞ്ഞു, യഹൂദികളോട്, നസ്വാറാക്കളോട് എല്ലാ കാര്യത്തിലും നമ്മൾ എതിരാണ്. അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധിക്കുന്നവരാണ്, നമ്മളതാകാൻ പാടില്ല. അവർ ആഘോഷങ്ങളായി ബർത്ത്ഡേകളും മറ്റും ആഘോഷിക്കുന്നവരാണ്, നമ്മൾ അവർക്കെതിരാണ്. അവരുടെ വേഷത്തിലും താടിയിലും മീശയിലും ശരീരത്തിന്റെ പല കാര്യങ്ങളിലും സുന്നത്തായ പല കാര്യങ്ങളിലും യഹൂദികളോട്, നസ്വാറാക്കളോട് നിങ്ങൾ എതിരാകണമെന്ന് പഠിപ്പിച്ച് നബി തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ 9 നോമ്പുൽക്കും. അത് പറഞ്ഞു, ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞുപോയി.
പക്ഷെ ആ കൽപ്പനയുള്ളത് കൊണ്ട്, അംഗീകാരമുള്ളത് കൊണ്ട് അതും സുന്നത്താണ്. അതുകൊണ്ട് മുഹറം 9-നും 10-നും നമുക്ക് നോമ്പുണ്ട്. ചെറുപാപങ്ങൾ എത്രയുണ്ടെങ്കിലും പുറത്തു തരാൻ അല്ലാഹ് തയ്യാറാണ്. വൻപാപങ്ങൾ ഒരിക്കലും ഈ നോമ്പുകൾ കൊണ്ടൊന്നും പുറത്തു തരുമെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. നന്നായി തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് വേണ്ടത്. റബ്ബിലേക്ക് പാപമോചനത്തിനുള്ള വഴികളായി കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചത്. ഈ മുഹറം 10 വരുമ്പോ നമ്മൾ ചിന്തിച്ചു നോക്ക്, മഹാനായ ഒരു പ്രവാചകര് ചെങ്കടൽ കടന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്? വലിയ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു, ടെക്നോളജി ഉണ്ടായിരുന്നോ? വലിയ മിഷൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിരുന്നോ? സുഹൃത്തുക്കളെ, ഞാൻ എന്റെ റബ്ബിലിതാ റബ്ബി ഇന്നി ആമൻതു, ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, എന്റെ റബ്ബെനിക്ക് അഭയം നൽകും, എന്റെ റബ്ബെനിക്ക് ശിഫ തരും, എന്റെ റബ്ബെനിക്ക് അഭയം നൽകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചപ്പോഴാണ് മൂസാ നബിക്കും തുച്ഛമായ അനുയായികൾക്കും അള്ളാഹു രക്ഷ കൊടുത്തത്. പഠിക്കണം അവിടെ. അദ്ദേഹത്തിന് അള്ളാഹുവിലുണ്ടായ അചഞ്ചലമായ വിശ്വാസമാണ് ആ രക്ഷയ്ക്ക് കാരണമായത്. ഒരിക്കലും പിളരാത്ത ഒരു സമുദ്രം 2 ഭാഗമായി പിളർന്ന് മുഅ്മിനീങ്ങളെ അള്ളാഹു സഹായിച്ചുവെങ്കിൽ എല്ലാ കാലത്തും മുഅ്മിനീങ്ങൾക്ക് ഈ സഹായം കിട്ടാനുള്ള മാനദണ്ഡം അള്ളാഹുവിൽ നന്നായി തവക്കുലാക്കലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം പഠിക്കലും മുറുകെ പിടിക്കലാണ്.